الذين ظلموا منكم خاصة صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ അനുഗ്രഹീത വേദിയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും പ്രതിഭാസമ്പന്നരായ നേതാക്കളെ, 2 ദിവസത്തെ ഈ മഹാസംഗമത്തിന് ഇന്നലെ വൈകുന്നേരം തന്നെ വന്നണഞ്ഞ പ്രിയപ്പെട്ട ഈ മജ്ലിസിലെ മഹല്ലത്തിൻ്റെ ഭാരവാഹികൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വളരെ വലിയ സംവിധാനമാണ് ഈ പ്രദേശത്ത് ഇതിൻ്റെ സ്വാഗത സംഘം ഒരുക്കിയിട്ടുള്ളത്. ബഹുമാന്യനായ കെ എസ് ഹംസ സാഹിബ് തൻ്റെ ഈ സ്ഥാപനം ഇതിന് വിട്ടുതരികയും ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരുടെയും അദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ SKSSFൻ്റെ വളണ്ടിയർമാരും പ്രവർത്തകരും നേതാക്കളും സുന്നി യുവജന സംഘത്തിൻ്റെ പ്രവർത്തകരും SMFൻ്റെ കമ്മിറ്റിയും എല്ലാം കൂടിച്ചേർന്നുകൊണ്ട് നമ്മുടെ ഈ സമ്മേളന നഗരി ഇത്രയധികം സൗകര്യപ്പെടുത്തിയതിൽ അവരോട് നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ അർഹതപ്പെട്ട പ്രതിഫലം 2 വീട്ടിലും നൽകട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു. കാരണം സമയബന്ധിതമാണ് നമ്മുടെ ഈ പരിപാടി ഇതുവരെ പോയിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകർ ഉദ്ദേശിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ. എല്ലാവരും നിയമത്തിന് വിധേയമാണ്. എഴുത്ത് കിട്ടുന്ന മുറക്ക് ഞാനും നിർത്തും. അതുകൊണ്ട് തന്നെ സമയം കൂടുതലെടുക്കുന്നില്ല. സംഘാടകർ തീരുമാനിച്ചൊരു സമയമുണ്ടാകും. ഇത് ഞാനുകൂടി പ്രസംഗിക്കുന്ന സെഷനായതുകൊണ്ട് ഞാനതിൽ ഇടപെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞ ഒരു വചനം, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഅയ്യതൻ ഫലം യഹ്തുഹാ ബിനസീഹത്തിൻ ഇല്ലാ ലം യജ്ദ് റായിഹത്തൽ ജന്ന. ആ പരിശുദ്ധമായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിക്കുന്നു, നമ്മിലൊരാൾ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ആരുടെ ഉത്തരവാദിത്തമാണോ നമ്മൾ ഏറ്റെടുത്തത്, ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യമായി അവർക്ക് ഗുണകരമായി നിർവഹിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ കണക്ക് ബോധിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരായതുകൊണ്ട് അത്തരമൊരാൾക്ക് അള്ളാഹു സ്വർഗത്തിൻ്റെ വാസന പോലും കേൾപ്പിക്കില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. മഹല്ല് ഭാരവാഹികളും ഖത്തീബും എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം മര്യാദക്ക് നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വർഗത്തിൻ്റെ വാസന പോലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ മഹല്ലത്തിൻ്റെ ഭാരവാഹികളാണ്, മഹല്ലത്തിൻ്റെ ഖത്തീബാണ്, മഹല്ലത്തിൻ്റെ ഖാദിയാണ്. ഞാൻ ഉത്ബോധിപ്പിക്കേണ്ടവനല്ല. എന്നെ ഉത്ബോധിപ്പിക്കാൻ മാത്രം ഗൗരവമുള്ള ആളുകളാണ് സദസ്സിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ വിഷയം അവതരിപ്പിക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രഭാഷകനും നിങ്ങൾ മോശക്കാരും എന്ന അർത്ഥത്തിലല്ല ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ ഉപദേശകനും നിങ്ങൾ ശ്രോതാക്കളുമല്ല. കേവലം ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. എന്നെക്കാൾ ഈ കാര്യത്തെക്കുറിച്ച് ഓർമ്മയും അതിനേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ ആഴത്തിലുള്ള വിവരമുള്ള ആളുകൾ വേദിയിലുണ്ട്, സദസ്സിലുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൈമാറുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നന്മ പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ ഈ വാചകത്തിൻ്റെ ഗൗരവം നിങ്ങൾ എടുത്ത് നോക്കൂ. നമ്മൾ പ്രസിഡന്റാണോ, സെക്രട്ടറിയാണോ, മെമ്പറാണോ, ഖാദിയാണോ, ഖത്തീബാണോ, ഓരോരുത്തർക്കും അവനവൻ്റെ കൃത്യവും യുക്തവുമായ ഉത്തരവാദിത്തമുണ്ട്. അത് കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ അപകടം വരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാ മിൻ ഖൗമിൻ യഅമലു ഫീഹിം ബിൽ മആസി, അല്ലാഹുവിൻ്റെ തിരുദൂതർ കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുന്നു. സുമ്മ യഖ്ദിറൂന അലാ അൻ യുഗയ്യിറു ഫലാ യുഗയ്യിറു ഇല്ലാ യൂശികു അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം? നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ നടമാടും. ആ സമൂഹത്തിൽ ആ തിന്മകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ കെൽപ്പും ശക്തിയുമുള്ള ആളുകൾ ഉണ്ട്. അവർ വിചാരിച്ചാൽ ആ പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാൻ തീർത്തും അവർക്ക് കഴിയും. പക്ഷെ അവർ ചെയ്യില്ല. അവർ ആ വഴിക്ക് ചിന്തിക്കില്ല, ആ പ്രവർത്തനം അവർ ചെയ്യില്ല. അങ്ങനെ വന്നാൽ അള്ളാഹു ആ മുഴുവൻ ആളുകൾക്കും അവൻ്റെ ശിക്ഷ അടിച്ചേൽപ്പിക്കുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൻ്റെ ദുരന്തം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ ദുരന്തം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നന്മയിലേക്ക് ജനങ്ങളെ വഴി നടത്താൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ദുരന്തം മുഴുവനായി ബാധിക്കും ഒരാൾക്ക് മാത്രമല്ല. പരിശുദ്ധ ദീൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്യമാണ് ഞാൻ ആമുഖത്തിൽ ഉദ്ധരിച്ചത്. പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ നമ്മൾ പഠിപ്പിച്ചതുപോലെ ആ പരിശുദ്ധ ആയത്തിൻ്റെ ഗൗരവം നോക്ക്. വത്തഖൂ ഫിത്നതൻ, നിങ്ങൾ കുഴപ്പത്തെ ഭയപ്പെടണം. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും, നിങ്ങളിൽ നിന്ന് അതിക്രമകാരികൾക്ക് മാത്രമല്ല അത് ബാധിക്കുക, ഖാസത്തൻ പ്രത്യേകമായി. മദ്യപാനിയെയും വ്യഭിചാരിയെയും തമ്മാടിയെയും വട്ടിപ്പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അല്ല ബാധിക്കുക.
അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ ദുരന്തം വ്യാപകമായിരിക്കും. എല്ലാ ആളുകൾക്കും അത് ഒരുപോലെ ബാധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിച്ചത് വളരെ ബോധ്യമുള്ള ആളുകളാണ് മജ്‌ലിസിൽ ഇരിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് സൈനബ് ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയേ, ഇങ്ങനെ ദുരന്തം സമൂഹത്തിലുണ്ടാകുമ്പോൾ അനഗ്ലികു വഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ കുറെ നല്ല മനുഷ്യന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ കുഴപ്പം ബാധിക്കുമോ? ഒരുപാട് നല്ല മനുഷ്യന്മാർ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമല്ലോ, നല്ലവർ ഈ സമൂഹത്തിലുള്ളപ്പോൾ ഞങ്ങൾക്കത് ബാധിക്കുമോ? പരിശുദ്ധ തിരുദൂതർ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കൃത്യമായി പറഞ്ഞു, നഅം, ബാധിക്കും. നിങ്ങളിൽ കുറെ നല്ലവർ മഹല്ലത്തിലോ സമൂഹത്തിലോ ജീവിച്ചിരുന്നിട്ട് ഫലമില്ല. തിന്മകൾ പെരുകുമ്പോൾ മൗനം പാലിച്ചാൽ അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നു, നഅം ഇദാ കസറൽ ഖബസ്, തിന്മകൾ വർദ്ധിക്കുമ്പോൾ അതിന്റെ ദുരന്ത ഫലം മുഴുവൻ ആളുകൾക്കും ബാധിക്കും എന്ന് അടിവരയിട്ടുകൊണ്ട് പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹദീസിന്റെ കിതാബിൽ മനോഹരമായൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. പ്രബലമോ ദുർബലമോ ആകട്ടെ, വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. പരിശുദ്ധ തിരുദൂതർ ഈ സമൂഹത്തെ പഠിപ്പിച്ച ഒരു സത്യം, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ജനങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് വളരെ അകന്നു. അവർ മദ്യപാനികളും വ്യഭിചാരികളും തമ്മാടികളും വൃത്തികേട് ചെയ്യുന്നവരുമായി സമൂഹത്തിൽ ഏറ്റവും വലിയ ധാർമ്മിക ച്യുതിയുടെ കേന്ദ്രമായി ആ പ്രദേശം. ലോകത്തങ്ങനെ സംഭവിച്ച പ്രദേശങ്ങളെ മുഴുവൻ അള്ളാഹു ചെയ്തത് കടുത്ത ശിക്ഷ ഇറക്കിക്കൊണ്ട്, എത്രത്തോളം ഭൂമി കീഴ്മേൽ മറിച്ചുകൊണ്ട് പോലും നശിപ്പിച്ച അനുഭവങ്ങളാണ് ഇസ്ലാമിന്റെ താരീഖിൽ മനോഹരമായി ഉദ്ധരിക്കപ്പെടുന്നത്. ഭീതിജനകമായ അത്തരം സംഭവ വികാസങ്ങളെ കുറിച്ച് സവിസ്തരം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആദ് സമൂദ് ഗോത്രത്തിന്റെ, അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനസമൂഹത്തിന്റെ ഒരുപാട് സംഭവ വികാസങ്ങൾ ചരിത്രത്തിൽ ഉല്ലേഖിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറയുന്നു, ഒരു പ്രദേശം, ആ പ്രദേശത്തെ ജനങ്ങൾ തിന്മയിൽ മുഴുകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത പ്രവർത്തനം, അർസലല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കൈനി ഇലാ ഖറിയ, ഒരു ഗ്രാമത്തിലേക്ക് അല്ലാഹു 2 മലക്കുകളെ നിയോഗിക്കുന്നു. ആ മലക്കുകൾക്ക് അല്ലാഹു ഡ്യൂട്ടി കൊടുക്കുന്നു, അനഖ്ലിബ മദീനത കദാ വകദാ, ഇന്നാലിന്ന ഗ്രാമത്തെ നിങ്ങൾ കീഴ്മേൽ മറിച്ചുകൊള്ളുക, ആ ഗ്രാമത്തെ നിങ്ങൾ അടിമേൽ മറിച്ചുകൊള്ളുക. ആ ഗ്രാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. ആ ജനതക്കുള്ള കടുത്ത ശിക്ഷ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത സദൂമിനെ ചെയ്ത പോലെ, മലക്കുകൾ കൽപ്പന കിട്ടി, അള്ളാഹുവിന്റെ മാലാകമാർ എന്ത് കൽപ്പന പടച്ചറബ് കൊടുത്താലും കൃത്യം നിർവഹിക്കുന്നവരാണ്. അവര് വന്നു കൃത്യനിർവഹണത്തിന് വേണ്ടി ഭൂമി കീഴ്മേൽ മറിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ അവർ മുഴുകുമ്പോൾ അവരതാ കാണുന്നു, ഒരു മനുഷ്യൻ അവിടെ ഒരു പ്രത്യേക സൗകര്യം സജ്ജമാക്കി, അയാൾ നമസ്കാരത്തിൽ പൂർണ്ണമായി മുഴുകിക്കഴിഞ്ഞിരിക്കുന്നു. അയാൾ നമസ്കാരത്തിലാണ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കുകയാണ്. അയാൾ ഈ ഇബാദത്തെടുക്കുന്ന ഈ മനുഷ്യനെ കണ്ടുകൊണ്ട് മലക്കുകൾക്ക് സംശയം, എങ്ങനെ ഈ മനുഷ്യനെ അടക്കം നശിപ്പിക്കും? ഭൂമി കീഴ്മേൽ മറിക്കുമ്പോൾ അയാളുടെ ആ ഒരു പ്ലോട്ട് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി കീഴ്മേൽ മറിക്കാൻ സാധ്യമല്ല. ഭൂമി കീഴ്മേൽ മറിക്കുമ്പോൾ അയാളും പെടും തീർച്ച. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്ന് മലക്കുകൾ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിക്കുന്ന രംഗം അതേ ഹദീസിലുണ്ട്. ഹദീസിൽ തുടർന്ന് പറയുന്നു, ഫഅറജ അഹദുഹുമാ ഇലല്ലാഹ്, 2 മലക്കുകളെ നിയോഗിച്ചതിൽ ഒരു മലക്ക് കയറിപ്പോയി അള്ളാഹുവിന്റെ സമീപത്തേക്ക്. പടച്ചറബിലേക്ക് ആ മലക്ക് ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യമുണ്ട്, അള്ളാഹുവേ, നിന്റെ ഒരു അടിമ ആ പ്രദേശത്ത് നിന്നെ വണങ്ങുന്നത് ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ എന്തു ചെയ്യണം? മലക്ക് ചോദിച്ച ചോദ്യമുണ്ട് ഹദീസിൽ, റബ്ബനാ വജദ്നാ അബ്ദക ഖായിമൻ യുസല്ലി, റബ്ബനാ വജദ്നാ അബ്ദക ഫുലാനൻ ഖായിമൻ യുസല്ലി. അള്ളാഹുവേ, നിന്റെ ഇന്നാലിന്ന അടിമ നിന്നെ ആരാധിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്ക് ചോദിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മലക്കിന് കൊടുത്ത ഉത്തരവ് എന്താണ്? കൃത്യമായി പരിശുദ്ധ തിരുദൂതർ പഠിപ്പിക്കുന്നു, ദമ്മിർഹാ വ ദമ്മിറൂഹു മഅഹും, ആ ഗ്രാമത്തെ നശിപ്പിച്ചോളൂ, അതിൻ്റെ ഒപ്പം അവനെയും നശിപ്പിച്ചുകൊള്ളൂ. വേണ്ട, അവന്റെ നിസ്കാരം എനിക്ക് ആവശ്യമില്ല. എന്താണിത് നൽകുന്ന പാഠം? മലക്ക് സംശയം പ്രകടിപ്പിച്ചു. മറ്റുള്ളവർ തിന്മ ചെയ്യുന്നു, ഇയാൾ നിസ്കരിക്കുന്നു, നശിപ്പിക്കുമ്പോൾ 2 പേരെയും നശിപ്പിക്കുന്നു. എന്താണ് അല്ലാഹുവേ അതിന്റെ ന്യായം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കൂ, ഫഇന്നഹു മാ തമഅറ വജ്ഹുഹു ഫിയ ഖത്തു, അവന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ. അല്ലാഹു പറഞ്ഞ വാചകം, നമുക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സംഗതി കണ്ടാൽ, ഒരു ദുരന്ത മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ മുഖം തിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രത്യേക ഭാവമാറ്റമുണ്ടാകും. അത് കണ്ടതിലുള്ള ഒരു വൈക്ലഭ്യം അല്ലെങ്കിൽ വൈമനസ്യം അല്ലെങ്കിൽ ഇറിറ്റേഷൻ, അതല്ലെങ്കിൽ ഒരു പൊറുതികേട്. നിങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കൂ, അവന്റെ മുഖത്ത് വല്ല പൊറുതികേടും കണ്ടോ നിങ്ങൾ? തീരെ എന്റെ വിഷയത്തിൽ അവന് യാതൊരു തരത്തിലും ഒരു പൊറുതികേടില്ല, ഒരു ബുദ്ധിമുട്ട് അവനില്ല.
ആ ഗ്രാമം മുഴുവൻ നശിച്ചിട്ട് അവന്റെ മുഖത്ത് ഒരു തരത്തിലുള്ള ഭാവഭേദവുമില്ലാതെ, അതൊന്നും ശ്രദ്ധിക്കാതെ, ഒരു ദഅവത്തും നടത്താതെ, ഒരു ശ്രമവും നടത്താതെ അവനിങ്ങനെ നിസ്കരിച്ച് സ്വർഗത്ത് പോകാൻ നിൽക്കണം. ആർക്കാ അവന്റെ നിസ്കാരം വേണ്ടത്? പിടിക്കവനെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നശിപ്പിക്കുന്ന രൂപമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. നാട് കുട്ടിച്ചോറാകുമ്പോൾ പ്രസിഡന്റാന്ന് പറഞ്ഞ കസേരയിൽ ഇരുന്നിട്ട് കാര്യമില്ല, പള്ളി മനോഹരമാക്കിയിട്ട് കാര്യമില്ല. വിദേശത്തെ പണം കൊണ്ടുവന്ന് പള്ളി മനോഹരമാക്കാൻ ഒരുപാട് മഹലിൽ സൗകര്യമുണ്ട്. തുസഖറഫുൽ മഹാരീബ് വതുഖറബുൽ ഖുലൂബ്. മിഹ്റാബുകൾ വർണ്ണ മനോഹരമാകും, മനസ്സുകൾ വളരെയധികം ഖറാബാകും. അങ്ങനത്തെ ഒരു കാലം വരും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പള്ളികൾ മനോഹരമാണ്. ബാത്റൂം മുതൽ മിനാരം വരെ ടൈൽസ് ഒട്ടിച്ച പള്ളി. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ദഅവത്ത് നടത്തിയിരുന്ന കാലഘട്ടത്തിലെ മദീനത്തെ പള്ളിയുടെ അവസ്ഥ എന്താ? ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാനത്തിൽ കിലാബു തുഖ്ബിലു വതുദ്ബിറു. നായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. എന്തേ കാരണം? നല്ല മലയാള ഭാഷയിൽ നാടൻ ഭാഷ എടുത്താൽ അടച്ചുറപ്പുള്ള ഒരു വാതിലില്ലാത്തത് കൊണ്ട്. ഈത്തപ്പനപ്പട്ട കൊണ്ട് നിർമ്മിച്ച പള്ളിക്കുള്ളിലേക്ക് നായകൾ കാനത്തിൽ കിലാബു തുഖ്ബിലു വതുദ്ബിറു ഹദീസിന്റെ കിതാബിൽ കാണാം. എന്നാൽ പള്ളി മനോഹരമല്ലെങ്കിലും നിസ്കരിക്കുന്നവന്റെ മനസ്സ് മനോഹരമായിരുന്നു. ഇന്ന് പള്ളികൾ മനോഹരമാണ്, നിസ്കരിക്കുന്നവന്റെ മനസ്സ് പതറിയിരിക്കുന്നു. വട്ടിപ്പലിശക്കാരനും മദ്യപിക്കുന്നവനും പള്ളിയിൽ അംഗീകാരത്തിന് വേണ്ടി സ്വഫലുണ്ടാകും. പരസ്പര ബന്ധമില്ലാത്ത മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിക്കുന്ന മുത്തനബി തങ്ങൾ, ഇദാ ലഹറസൂഹു ഫിൽ അർദ്, ഭൂമിയിൽ വൃത്തികേട് സംഭവിച്ചാൽ അൻസലല്ലാഹു ബി അഹ്ലിൽ അർദി ബഅസഹു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവന്റെ ശിക്ഷ ഇറക്കും. അത് കൃത്യമാണ്. ഇന്നിപ്പോ നമ്മൾ മഴ കിട്ടാത്തത് കൊണ്ട് വിഷമിക്കുന്നു. ഒരു വലിയ പ്രകൃതി ദുരന്തമായി മഴ മാറിയിരിക്കുന്നു. മലയാളികളായ ആളുകൾ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയുണ്ട് വിവരമെന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് വീട്ടിൽ വെള്ളമുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഴ വർഷിപ്പിച്ചു തരുമാറാവട്ടെ. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചരിത്രം എഴുതുന്നു, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം. ഇന്ന ഖൗമ നൂഹിൻ ലമ്മാ കദ്ദബൂഹു സമനൻ തവീല. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനങ്ങൾ ഒരുപാട് കാലം കളവാക്കി. പ്രവാചകർ പറഞ്ഞ സത്യം അവർ ഉൾക്കൊണ്ടില്ല. അള്ളാഹു ചെയ്ത പ്രവർത്തനം എന്താണ്? ഹബസല്ലാഹു അൻഹുമുൽ മതറ. അവർക്ക് അള്ളാഹു മഴ തടഞ്ഞു വെച്ചു. അവർക്ക് അള്ളാഹു മഴ കൊടുത്തില്ല. വഅഅഖമ അർഹാമ നിസാഇഹിം. അവരുടെ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങളെ പടച്ച റബ്ബ് വന്ധ്യമാക്കി. കുട്ടികൾ ജനിക്കാത്തൊരു സമൂഹമാക്കി അവരെ മാറ്റി വന്ധ്യത വർദ്ധിപ്പിച്ചു. അവരിൽ 40 സനത്ത് 40 കൊല്ലം മഴ കൊടുക്കാതെ വന്ധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു ശിക്ഷിച്ചു. ഫറജഉ ഇലാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്തേക്ക് അവർ വന്നു. ഫഖാല, അപ്പോൾ നൂഹ് നബി തങ്ങൾ പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. പരിശുദ്ധ ഖുർആനിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നിങ്ങൾ പാപമോചനം നടത്തണം. നിങ്ങൾ സത്യത്തെ നിഷേധിച്ചത് തെറ്റാണ്. ആ തെറ്റിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പാപമോചനം നടത്തണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. അന്നൽ ഇസ്തിആല ബിത്വാഅതി, അന്നൽ ഇസ്തിആല ബിത്വാഅതി. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ തിരുദൂതർ ഈ സമൂഹത്തെ പഠിപ്പിച്ച ഈ ആയത്തിന്റെ തഫ്സീൽ കാണുവാൻ കഴിയും. ഒരു മനുഷ്യൻ ആരാധനയിൽ മുഴുകുക എന്നത് സബബുൽ ഇൻഫിതാഹി അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടം തുറക്കുന്നതിന്റെ കാരണം അതാകുന്നു. നന്മയുടെ കവാടം തുറക്കും ജനങ്ങൾ നല്ല പ്രവർത്തനം ചെയ്താൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ലൗ അന്ന അഹ്ലൽ ഖുർആൻ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ. ആകാശ ലോകത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് വർഷിപ്പിച്ചു തരും. ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിച്ചു തരും. ഭൂമിയിലും അല്ലാഹു അനുഗ്രഹം നൽകും. എപ്പോൾ? ജനങ്ങൾ, ആ ഗ്രാമത്തിലെ ജനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ശരിക്കും വണങ്ങുന്നവരാകുമ്പോൾ. അതുകൊണ്ട് നമുക്കുള്ള ഏറ്റവും വലിയ ഡ്യൂട്ടി, ഇന്ന് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അധർമ്മങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്? പണ്ഡിതന്മാർക്കും ഉമറാക്കൾക്കും അതിൽ ഉറച്ച ബാധ്യതയില്ലേ? ദീനിന്റെ നിലനിൽപ്പ് തന്നെ 3 ഘടകത്തിലൂടെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൻ ഇൻദഹു ഇൽമുൻ ഫല്യതസദ്ദഖ് ബിഇൽമിഹി വമൻ ഇൻദഹു മാലുൻ ഫല്യതസദ്ദഖ് ബിമാലിഹി വമൻ ഇൻദഹു ഖുവ്വത്തുൻ ഫല്യതസദ്ദഖ് ബിഖുവ്വതിഹി. ഈ 3 മേഖലകളേതാ? ഇൽമുള്ളവൻ അവന്റെ ഇൽമു കൊണ്ട് ദീനിന്റെ പ്രബോധനത്തിന് സംഭാവന കൊടുക്കണം.
പണമുള്ളവൻ അവൻ്റെ പണമെന്ന് പറയുമ്പോൾ സമ്പത്തും ശേഷിയും വിനിയോഗിക്കണം. കഴിവുള്ളവൻ അവൻ്റെ കഴിവ് കൊടുക്കണം. ഈ 3 മേഖല ഏതാ? ഒന്ന് പണ്ഡിതന്മാർ, മറ്റൊന്ന് നാട്ടുനായകന്മാർ, മൂന്നാമത്തേത് പൊതുജനം. ഈ 3 വിഭാഗം ആളുകൾ. ഇതിൽ പൊതുജനത്തെ കൈകാര്യം ചെയ്യുന്നവരാണ് ഉലമാക്കളും ഉമറാക്കളും. ആ 2 വിഭാഗത്തിന്റെ നന്മ സമൂഹത്തിന്റെ നന്മയാണെന്നും അവരുടെ തിന്മ സമൂഹത്തിന്റെ പതനമാണെന്നും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു തിരുദൂതരാകുന്ന മുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉൾക്കൊള്ളേണ്ടവരല്ലേ നമ്മൾ? കേവലം ഒരു വചനമാക്കി മാത്രം മാറ്റാൻ പാടുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ പെരുകുന്നു? മതബോധത്തിന്റെ കുറവ് കൊണ്ട്. സംശയം എന്താ? പൂർവ്വകാല ജനസമൂഹത്തിൽ നിന്ന് ഭിന്നമായി നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? 1 ഭൗതികത വർദ്ധിച്ചു, 2 മതപഠനം പുറകോട്ട് പോയി. ഞാനൊക്കെ പ്രസംഗിക്കാറുണ്ട്, നിങ്ങളും പ്രസംഗിക്കാറുണ്ട്. ഒരുപാട് മദ്രസകളുണ്ട്, 10,000-ഓളം മദ്രസകൾ, 1 ലക്ഷം മുഅല്ലിമീങ്ങൾ, 12 ലക്ഷം മതപഠിതാക്കൾ. നിങ്ങൾ അതൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക്, എന്താ അവസ്ഥ? 2 വർഷത്തെ മുമ്പുള്ള ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ വർഷത്തെ കണക്ക് കൂടി കൂട്ടുമ്പോൾ കുറച്ച് കൂടും. സമത്വ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് 5ാം തരം പൊതുപരീക്ഷയിൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത കുട്ടികളുടെ എണ്ണം 31,51,888. കൃത്യമായി മനസ്സിലാക്കണം, 31,51,888 കുട്ടികൾക്ക് സമത്വ പൊതുപരീക്ഷയിൽ 5ാം തരം സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതേ സ്ഥാനത്ത് 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതോ 13,91,914. 31.5 ലക്ഷവും 13.5 ലക്ഷവും എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ ജയിച്ച 17,59,974 കുട്ടികൾ 7ാം ക്ലാസ്സിലേക്ക് വന്നില്ല. നമ്മുടെ മതപഠനം കേവലം 10 വയസ്സിൽ അവസാനിപ്പിച്ചു എന്നർത്ഥം. 7ാം ക്ലാസ്സിലേക്ക് പോലും നിങ്ങളെ കുട്ടി എത്തിയില്ല. നമ്മുടെ മദ്രസകളുടെ ഗതി നോക്ക്, നിങ്ങൾ പ്രൈമറി തലത്തിൽ അവസാനിക്കുന്നു. റഷീദായി ബുലു ആകുന്ന സമയത്ത് മതപഠനം കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മഹലിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ പള്ളി മാത്രം പറഞ്ഞാൽ പോരല്ലോ, ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആള് വരണ്ടേ? എവിടുന്ന് വരും മദ്രസയിൽ പഠിക്കാതെ? 10ാം ക്ലാസ് പൊതുപരീക്ഷയിൽ 2,52,077 കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ പൊതുപരീക്ഷ കുറച്ച് വൈകിയാണ് തുടങ്ങിയതെങ്കിലും ക്ഷമിക്കട്ടെ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ വർഷം ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കണക്ക് നോക്ക് നിങ്ങൾ. ഇക്കൊല്ലം രജിസ്റ്റർ ചെയ്ത് പരീക്ഷ നടക്കാൻ പോകുന്ന പൊതുപരീക്ഷ വരാൻ പോവുകയാണ്. ഇക്കൊല്ലത്തെ പൊതുപരീക്ഷയിൽ 5ാം തരത്തിൽ പരീക്ഷ എഴുതാനിരിക്കുന്ന അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടച്ച കുട്ടികളുടെ എണ്ണം 5ാം തരത്തിൽ 1,04,728. 1,04,728 കുട്ടി. 7ാം ക്ലാസ്സിലോ 81,699. 1,81,000 ചുരുങ്ങി. 20,000 പരം കുട്ടികൾ എവിടെ പോയി? വെറും 5ാം ക്ലാസ് മാത്രം പഠിച്ച കുട്ടികൾ. 7ാം ക്ലാസ് കഴിഞ്ഞ് ഈ 1 ലക്ഷം കുട്ടി 5ാം ക്ലാസ്സിലുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലോ 32,510 കുട്ടി. നേർപകുതി പോലുമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടി ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് ദീൻ എന്തെന്ന് അറിയില്ല. അത് പഠിപ്പിക്കാൻ നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ തലമുറ വളരില്ല. അതിൻ്റെ ഗൗരവം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വമ്പിച്ച ദുരന്തം വരും. സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം, അതിൻ്റെ ദുരുപയോഗം, കൂട്ടുകെട്ടിൻ്റെ വളരെ മോശപ്പെട്ട പ്രവണത, ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം, ഇത് മുഴുവൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് ചുരുങ്ങിയതൊരു 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിച്ചേ പറ്റൂ. ഈ 5ാം തരം നിർത്തുന്നതിൽ ഒരു ചെറിയ ശതമാനം, 1-2% നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ ദാറുൽ ഹുദ പോലെ, അല്ലെങ്കിൽ പള്ളി ദർസ് പോലെ, അല്ലെങ്കിൽ അനുബന്ധ സിലബസ് ഉള്ള അറബി കോളേജ് പോലെ അങ്ങനെയുള്ള മേഖലയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും മതപഠനം നിർത്തി കേവല ഭൗതിക പഠനത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ കാരണം നിങ്ങൾ മഹല്ലിൽ ഇറങ്ങി പരിശോധിച്ച് നോക്ക്. നിങ്ങൾ തിരിച്ചു പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ മദ്രസയിൽ പോകണം. 5ാം തരത്തിൽ എത്ര കുട്ടിയുണ്ട്, 1ാം ക്ലാസ്സിൽ എത്ര കുട്ടിയുണ്ട്? ഏതാണ്ട് തുല്യം. 7ലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പകുതി, 8, 9, 10ലേക്ക് കയറുമ്പോൾ അതിൻ്റെയും പകുതി. ആ കുട്ടി ഉയർന്നു പഠിക്കുന്നില്ലാത്തത് കൊണ്ട് ഈ കുട്ടിക്ക് മതബോധം നിലനിൽക്കില്ല എന്ന് ആർക്കറിഞ്ഞുകൂടാത്തത്? അതിന് പരിഹാരം നമ്മുടെ മഹല്ലത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിസ്സംശയം പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് സമാധാനം പറയേണ്ടി വരും. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മഹല്ലത്തുകൾ അടിസ്ഥാനപരമായ ഈ പ്രവർത്തനങ്ങളെ ശരിക്ക് സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയേ പറ്റൂ. സുന്നി മഹല്ല് ഫെഡറേഷൻ അത് പറയുന്നു. അതിനാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്, അതിനാണ് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഞാൻ ക്രമത്തിൽ പറയുന്നു. ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതാ. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടും ഒരു കവലയിലല്ല പ്രസംഗിക്കുന്നത് എന്നതുകൊണ്ടും ഉത്തരവാദപ്പെട്ട ഉയർന്ന നേതാക്കൾ മുമ്പിലാകുമ്പോൾ സൂചനകൾ മാത്രം മതിയല്ലോ. നിങ്ങൾ ഇന്ന് നമ്മുടെ മഹല്ലത്തിന്റെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഫീഡ്ബാക്ക്, ചില കേസുകളോ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ സംഭവിക്കുമ്പോൾ
ആ പള്ളിയുടെ, ആ മദ്രസയുടെ, ആ മഹല്ലുമായി ബന്ധപ്പെട്ട ദീനീ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനപരമായ രേഖകൾ പരിശോധിക്കുമ്പോൾ വമ്പിച്ച അപകടം, പലതും ക്ലിയർ അല്ല. അതുകൊണ്ട് മഹല്ലുകളോട് നമുക്ക് ഉത്ബോധിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം മഹല്ല് ഫെഡറേഷൻ പറയുന്നത്, നമ്മുടെ കർമ്മത്തിൽ പ്രധാനമായി വേണ്ടത് നമ്മുടെ പള്ളിയും മദ്രസയും സമത്വക്കൊപ്പം നിർത്താൻ ആവശ്യമായ രേഖകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മഹല്ലിലെ ആധാരം ശരിയാണോ? പുതിയ ഭാരവാഹികൾ അത് കണ്ടിട്ടുണ്ടോ? ഡോക്യുമെന്റ് റെഡിയാണോ? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ആധാരമില്ലാത്ത പലതും കേസ് വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ അപകടമാണ്. രണ്ടാമത്തേത്, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഭരണഘടനയിൽ കൃത്യമായി സമത്വയെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് വർഷാവർഷം പുതുക്കാറുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കണം, തിരിച്ചുപോയി ചെയ്യണം. അതുപോലെ തന്നെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അപകടം വരും. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, സുന്നി മഹല്ല് ഫെഡറേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത് കൃത്യമായി ഈ രജിസ്ട്രേഷനുകൾ പുതുക്കുകയും ബന്ധപ്പെട്ടവരുമായി അതേക്കുറിച്ച് പഠിച്ച് ദാറുഹുദയുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായി നിങ്ങൾക്ക് അതിന്റെ ഓർഗനൈസിംഗ് സംവിധാനം പറഞ്ഞു തരും. AK ആലി പറമ്പ് അതിനു വേണ്ടി ഓടി നടക്കുന്നുണ്ടല്ലോ. സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തകരുണ്ടല്ലോ, നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മഹല്ലിലേക്ക് ചെന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻസസ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫോം പൂരിപ്പിച്ച് മഹല്ലിലെ സെൻസസ് പൂർണ്ണമായി നിങ്ങൾ എടുക്കണം. നമ്മുടെ മഹല്ലിൽ ഒരു രജിസ്റ്റർ വേണം. പല മഹല്ലിലും കൃത്യമായി വീടുകൾക്ക് നമ്പർ ഉണ്ട്. അവരുടെ അംഗങ്ങളെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കൃത്യമായി സോഫ്റ്റ്വെയർ ആക്കി സൂക്ഷിക്കുന്നവരുണ്ട്. ഒരു മഹല്ല് പ്രസിഡന്റിനോട് മഹല്ല് എത്ര വീടുണ്ടെന്ന് ചോദിച്ചാൽ അത് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് കൊടുക്കാവുന്ന വിധം കമ്പ്യൂട്ടറിലാക്കാൻ എന്താ കുഴപ്പം? ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ ആ കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായി അവർ ചെയ്യും. മറ്റൊന്ന്, കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനം ഭദ്രമായിരിക്കണം. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾ കൊണ്ടു നടക്കുന്ന ഏർപ്പാട് ഒഴിവാക്കി പ്രഗത്ഭരായ ആളുകളെ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുന്ന ജനാധിപത്യ രീതിയിലോ ആ പ്രദേശത്തിന്റെ സൗകര്യാർത്ഥമോ തെരഞ്ഞെടുത്ത് അവർ കൃത്യമായി യോഗം ചേരുന്ന, അക്കൗണ്ട് ബുക്ക് കൈകാര്യം ചെയ്യുന്ന, ജനറൽ ബോഡിയെ ബോധ്യപ്പെടുത്തുന്ന വളരെ കൃത്യവും കണിശവുമായ മാർഗം വേണം. പല മഹല്ലത്തിലുമുള്ളത് കണക്ക് അവതരിപ്പിച്ചിട്ട് കുറെ കാലമായി. പള്ളിയുടെ പൈസ കുറെ അന്യാധീനപ്പെട്ട് കിടക്കുന്നു, അത് കുറെ ബിസിനസ്സിന് തിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ വഖഫ് സ്വത്ത് പലരും കയ്യേറിയിരിക്കുന്നു. ഒരുപാട് മഹല്ലിൽ നിന്ന് പലപ്പോഴും വരുന്ന കേസാ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഉത്തരവാദിത്ത ബോധമുള്ളവരാണ്. ഇന്നല്ലാഹ സാഇലു കുല്ലി റാഇൻ അമ്മസ്തറഅഹു. നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയെ കുറിച്ച് പടച്ച റബ്ബ് തീർച്ചയായും ഇന്നല്ലാഹ സാഇൽ, അല്ലാഹു നിശ്ചയം ചോദിക്കും. എന്താ ചോദിക്കുന്നത്? ഹഫിള അം ലയ്യ, നിങ്ങൾ അലംഭാവം കാണിച്ചോ അതോ നിങ്ങൾ കൃത്യമായി ചെയ്തോ? ഈ ചോദ്യത്തിന് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും മറുപടി പറയേണ്ടി വരും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അതിന് മറുപടി പറയേണ്ടവർ തന്നെയാണ്. കൃത്യമായി യോഗം ചേർന്നുകൊണ്ട് രേഖകൾ കൃത്യമായി കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ നിർദ്ദേശിക്കുന്നു, ഒരു മസ്ലഹത്ത് സമിതി അനിവാര്യമാണ്. അനിവാര്യമായും ഒരു മസ്ലഹത്ത് സമിതി ഉണ്ടായിരിക്കണം. കാരണം വിവാഹ പ്രശ്നങ്ങൾ, അതിർതർക്കങ്ങൾ, വ്യക്തിബന്ധങ്ങൾ വഷളാകുന്ന പ്രവർത്തനം, കുടുംബകലഹം ഒക്കെ കോടതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ ഖാദിയുണ്ട്, അവിടെ മഹല്ല് കമ്മിറ്റിയുടെ ആളുകളുണ്ട്, ഒരു അഭിഭാഷകനെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ നിയമം അറിയുന്ന ഒരാൾ ഇല്ലെങ്കിൽ വേണ്ട. നല്ലവരായ ആ മഹല്ലത്തിലെ വാക്കുബലമുള്ള കാരണവന്മാർ അവരെ ഇരുത്തിയിട്ടൊരു ചെറിയ സമിതി ഖാദിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയാൽ ആ പ്രശ്നം അവിടെ വെച്ച് തന്നെ പരിഹരിച്ചുകൂടെ നമുക്ക്? ഇപ്പോൾ വിവാഹങ്ങളൊക്കെ, ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ആ വിവാഹം പലപ്പോഴും ചില്ലറ പ്രശ്നത്തിന്റെ പേരിൽ മുടങ്ങാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ വിവാഹം നടക്കുമ്പോൾ നിക്കാഹിന് വിളിക്കും, ഒരു പക്ഷേ അതിന് മുമ്പ് നിശ്ചയത്തിനും വിളിക്കും, അത് കഴിഞ്ഞാൽ കല്യാണത്തിനും വിളിക്കും. 3 ഭക്ഷണം ഭംഗിയായിട്ട് അവർ തരും. ആ 3 ഭക്ഷണം കഴിച്ച റാഹത്തോടെ ഞാനും പോരും നിങ്ങളും പോരും. എന്നിട്ട് ആ പെണ്ണിനെ വരൻ കൊണ്ടുപോകുന്നതിൽ എന്തോ ഒരു തടസ്സമുണ്ടായി, ചെറിയൊരു ഈഗോ പ്രശ്നം, അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ പ്രശ്നം, അതല്ലെങ്കിൽ എന്തോ ഒരു ചെറിയ കലഹം. ഈ മഹല്ലത്തിലുള്ള ഈ പെണ്ണിന്റെ നിക്കാഹിന്, കല്യാണത്തിനും അതിന്റെ മുമ്പ് നിക്കാഹിനും അതിനു മുമ്പ് നിശ്ചയത്തിനും പോയി 3 ഭക്ഷണം കഴിച്ച് വന്ന് റാഹത്തായി നിൽക്കുന്ന നമ്മൾ ഈ കല്യാണം മുടങ്ങി നിൽക്കുന്ന വീട്ടിലേക്ക് പോയി എന്ത് ഇത് യോജിപ്പിക്കാനും വല്ല മാർഗമുണ്ടോ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമോ? അത് പോയി ചോദിക്കൂല. കാരണം എന്താ? വേറെ എവിടെയാണ് നിക്കാഹുള്ളത് നോക്കുമ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാകും. ഇതിന് പോയിട്ട് പ്രത്യേക പ്രയോജനമില്ല. പ്രയോജനമുള്ള സ്ഥലത്തെ നമ്മളുണ്ടാവൂ. മുഅദ്ദിന് ഖുത്ബ ഓതി, ഖാദി കൃത്യമായി തന്നെ നിക്കാഹും നടത്തി, 2 പേർക്കും കിട്ടാനുള്ളത് കിട്ടി, നമുക്ക് ഭക്ഷണവും കിട്ടി, റാഹത്തായി, പള്ളിക്ക് ഫീസും കിട്ടി. അൽഹംദുലില്ലാ. ഇനി മുടങ്ങട്ടെ മുടങ്ങാതിരിക്കട്ടെ, നമുക്കതിൽ ബാധ്യതയില്ല. ഇതല്ലേ നമ്മുടെ കാഴ്ചപ്പാട്? ഞാൻ അതിൻ്റെ വരും വരായികളെ കുറിച്ചോ വരവിനെ കുറിച്ചോ അല്ല പറയുന്നത്. ആ നിക്കാഹ് ചെയ്തു കൊടുത്ത മഹല്ലത്തിലെ ജനവിഭാഗത്തിന് അതിൽ ഉത്തരവാദിത്തമില്ലെന്നുണ്ടോ? ഒന്ന് ഇറങ്ങിച്ചെന്നുകൊണ്ട് അസ്സുൽഹു ഖൈർ, അതല്ലേ നല്ലത്? വസ്സുൽഹു ഖൈർ. മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ എന്താ? നിങ്ങൾക്ക് നിസ്കാരത്തെക്കാളും നോമ്പിനെക്കാളും ഒക്കെ പ്രതിഫലം കിട്ടുന്ന ഒരു വലിയ പണി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചുകൊണ്ട് അതിന് മറുപടിയായി പറഞ്ഞ വാചകം എന്താണ്? ഇസ്ലാഹു ദാത്തിൽ ബൈൻ,
രണ്ടുപേരെ പരസ്പരം ഇണക്കി ചേർക്കുക. ആ പ്രവർത്തനത്തിന് നമുക്കൊരു മസ്ലഹത്ത് സമിതി വേണ്ടേ? ആ മസ്ലഹത്ത് സമിതി ഇല്ലെങ്കിൽ പിന്നെ ഇന്നലെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പെയിന്റ് അടിക്കാനും വരവ് പിരിക്കാനും ചെലവ് നടത്താനും മാത്രം ഒരു കമ്മിറ്റി എന്തിനാ? നമ്മൾ ചിന്തിക്കണം. അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിലീഫ് സെൽ. ഓരോ മഹല്ലത്തിലും ഇതാ സുന്ദൂക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നൽകിയ ആ മനോഹരമായ പുസ്തകത്തിൽ സവിസ്തരം പറയുന്നുണ്ട്. ആ സുന്ദൂക്ക് നിങ്ങൾ ഉണ്ടാക്കണം. മഹലിൽ വട്ടിപ്പലിശക്ക് പണം വാങ്ങിയിട്ട് ദാരിദ്ര്യരേഖയുടെ താഴെ നിൽക്കുന്ന പാവങ്ങൾ, ഒരുപാട് കടബാധ്യതകളുമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം എത്തിക്കാൻ നമുക്ക് കഴിയണ്ടേ? അതുപോലെ മറ്റൊന്ന്, ധാർമ്മിക ബോധനത്തിനൊരു സ്ക്വാഡ് നമ്മുടെ മഹലിൽ വേണം. മഹാനായ CH ഹൈദറോസ് മുസ്ലിയാർ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ആ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ മഹലിലെ വീട് വീടാന്തരം കയറിയിറങ്ങി മോശപ്പെട്ട വ്യക്തികളെ പ്രത്യേകം വേർതിരിച്ച് അവരെ ആക്ഷേപിക്കുന്നതിന് പകരം ഒറ്റക്ക് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടായി അവൻ്റെ വീട്ടിൽ ചെന്നുകൊണ്ട് അവൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാതെ അവനെ വേദനിപ്പിക്കാതെ നല്ല നിലക്ക് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ ഉസ്താദ് തന്നെ മുമ്പിൽ നിൽക്കണം. ആ ദഅവത്തിന്റെ രീതി ഉസ്താദാണ് മഹലിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഉസ്താദിന്റെ ഡ്യൂട്ടി കേവലം അവിടുത്തെ ജനങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുത്ത് കൃത്യമായി ടൈം നോക്കി ഇമാമത്ത് നിൽക്കൽ മാത്രമല്ല. ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സുബഹിയുടെ ജമാഅത്തിന്റെ സമയം കഴിഞ്ഞു, ഇനി ലോഹറിന്റെ ഇക്കാമത്ത് എപ്പോഴാ കൊടുക്കാൻ നോക്കി കിടന്നുറങ്ങുന്ന അവസ്ഥയാ. ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവിടെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കണം. ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധനം നമ്മൾ നൽകണം. അതിന് വേണ്ട ആളുകളെ നമ്മൾ നിയമിക്കണം. അവിടെ മഹല്ല് കമ്മിറ്റി ശ്രദ്ധിക്കേണ്ടത് എന്താ? മഹല്ല് കമ്മിറ്റി ശ്രദ്ധിക്കണം, അതിന് യോഗ്യരായ അധ്യാപകരെ, യോഗ്യരായ മുഅല്ലിങ്ങളെ, യോഗ്യരായ ഖാദിയെ നിയമിക്കണം. അവിടെ ശമ്പളം കൊടുക്കുന്നിടത്ത് പുറകോട്ട് പോയാൽ പറ്റില്ല. സുന്നി മഹല്ലൊക്കെ പലരും വന്നിട്ട് പറയും നല്ലൊരു മുഅല്ലിമിനെ കിട്ടണം, എത്രയാ ശമ്പളം കൊടുക്കുക? അവർ പറയും 3000 തഫ്ഹീമാക്കിയിട്ടാ പറഞ്ഞാൽ തോന്നുന്നത് എന്തോ ഒരു ഗൗരവം തോന്നിപ്പോ. 3000 രൂപക്ക് തൂപ്പുകാരനെ കിട്ടുമോ? ഇപ്പോ 3000 രൂപയ്ക്ക് എവിടുന്ന് കിട്ടാനാ? അപ്പൊ പിന്നെ പറയും മഹല്ലിൽ നിന്നൊക്കെ വേറെ പുറത്തുനിന്ന് വരുമാനം കിട്ടുന്നു. മൗലൂദ് ഓതി കൗമ് കൊടുക്കുന്ന പൈസയാണ് ഈ പറയുന്നത്. മൗലൂദൊക്കെ ഫ്രീ ആയിട്ട് ഓതിക്കോളും, ശമ്പളം നന്നായിട്ട് കൊടുത്താൽ മതി. നല്ല പണം കൊടുക്കുക, നല്ല ശമ്പളം കൊടുക്കാതെ ഇന്നൊരു കാര്യത്തിനും ആളെ കിട്ടൂല. നല്ല യോഗ്യരായ പണ്ഡിതന്മാരെ കിട്ടണമെങ്കിൽ നല്ല പണം കൊടുക്കണം. ആ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന മുഅല്ലിം ഈ പണം ആശ്രയിക്കാതെ സേവനം ചെയ്യുകയും വേണം. രണ്ടു കൂട്ടരും ദീനി ഖിദ്മത്തിന്റെ മനസ്സ് വെച്ചാൽ സംഗതി നടക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് ദർസ്, സ്വദേശി ദർസെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ നമുക്ക് എന്താ പ്രയാസം? നമുക്ക് എന്തുകൊണ്ട് സ്വദേശികളായ കുട്ടികൾ വിളിച്ചുകൂടാ? അവരെ നല്ല രീതിയിൽ കുറഞ്ഞയച്ചുകൂടാ? അതിന് രണ്ടു കൂട്ടരും ഉസ്താദ് താല്പര്യപ്പെടണം, മഹല്ല് കമ്മിറ്റി അതിന് അംഗീകാരം കൊടുക്കണം. അതുപോലെ തന്നെ മദ്രസയിൽ ഉയർന്ന ക്ലാസ് നിർമ്മിക്കൽ, ക്ലാസ് ഉയർത്തുന്ന നമ്മുടെ അനിവാര്യ ഘടകമാണ്. ഓരോ മദ്രസയിലും ഉയർന്ന ക്ലാസ്സുകൾ ഇല്ലാതെ പോയാൽ ചുരുങ്ങിയതൊരു 10ാം ക്ലാസ് വരെയെങ്കിലും നമ്മുടെ കുട്ടിക്ക് പഠനം കൊടുക്കാതിരുന്ന ബുദ്ധിമുട്ടാണ്. 12 ക്ലാസ് വരെ സമത്വക്ക് സിലബസ് ഉണ്ട്. ഇവിടെ ഒരു തടസ്സം വരാറുള്ളത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്ന് പറയും, ഈ കുട്ടിയുടെ ഭാഷയാണ്, ഇനി സ്കൂളിൽ A+ കിട്ടണമെങ്കിൽ 8ാം ക്ലാസ്സിൽ വെച്ച് മദ്രസ നിർത്തണം. 8, 9, 10 സ്കൂളിൽ പഠിക്കുമ്പോൾ മദ്രസയിൽ പോകാൻ കഴിയില്ല, ട്യൂഷൻ ഉണ്ട്. ഈ പ്രതിബന്ധം പറയുന്ന കുട്ടിയോട് നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണം. സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ പോയി നിങ്ങളൊരു കണക്കെടുത്ത് നോക്ക്. ഒരു 5 വർഷത്തെ 10 വർഷത്തെ കണക്കെടുത്തോളൂ. 10ാം ക്ലാസ്സിൽ മദ്രസ പരീക്ഷയിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും നേടിയ കുട്ടികളൊക്കെയാണ്. ആ കുട്ടികൾ സ്കൂളിലെ SLC പരീക്ഷയിൽ മുഴുവൻ A+ കിട്ടിയിട്ടുണ്ടാവും. അവർ മദ്രസയിൽ പഠിച്ചു എന്നതുകൊണ്ട് സ്കൂളിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഒരുപാട് അന്വേഷണം നടത്തിയതിന്റെ ശേഷമാണ് ഈ കാര്യം പറയുന്നത്. +2 കുട്ടി പഠിക്കുന്നുവെങ്കിൽ +2 ആ കുട്ടിക്ക് റാങ്ക് ഉണ്ടെങ്കിൽ സംസ്ഥാന തലത്തിൽ ആ കുട്ടി സ്കൂളിലും +2 A+ മുഴുവൻ വിഷയത്തിൽ വാങ്ങിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മാർക്കെങ്കിലും ഉണ്ടാകും. എന്താ കാരണം? പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ നിർത്തി വെച്ചിട്ടല്ല മദ്രസ പഠിച്ചത്, മദ്രസ നിർത്തി വെച്ചിട്ടല്ല സ്കൂൾ പഠിച്ചത്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കുട്ടിക്ക് സാധിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധവൽക്കരണം രക്ഷിതാക്കൾക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അതിന് യുവജനങ്ങൾക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന ചെറുപ്പക്കാരികളായ സ്ത്രീകൾക്കും ആവശ്യമായ ക്ലാസ് SMF നടത്തുന്നുണ്ടല്ലോ. നല്ല രീതിയിൽ അതിൻ്റെ ബോധന ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കണം. അതുപോലെ ആത്മീയ സദസ്സ് നിങ്ങളുടെ നാട്ടിലുണ്ടാവണം. ജനങ്ങൾ ആത്മീയത കൊണ്ട് ദാഹിച്ചുകൊണ്ടിരിക്കുക. ഒരു മജ്‌ലിസിനോട് അതുപോലെ ആത്മീയമായ മജ്‌ലിസ് നമ്മുടെ മഹല്ലത്തിൽ ഉണ്ടാക്കണം. വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ടീമിനെ നിർമ്മിക്കണം. നിങ്ങൾ നമ്മുടെ മഹല്ലത്തിലെ ഉയർന്നു പഠിക്കുന്ന കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ടത് ഭൗതിക വിദ്യ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് നമ്മുടെ കുട്ടി ഉയർന്നു പോകണം. നമ്മുടെ കുട്ടികളിൽ നിന്ന് നല്ല IAS ഓഫീസർമാരും അതുപോലെ തന്നെ IFS ഓഫീസർമാരും വലിയ വലിയ ഉന്നത ജോലിക്കാരും ഉണ്ടാകണം. PSC ടെസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ബോധനം എന്തുകൊണ്ട് മഹലിൽ തന്നെ കൊടുത്തുകൂടാ? നമുക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാമല്ലോ. അതിന് നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ ട്രെൻഡ്, കരിയർ ഗൈഡൻസ്, സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് നടപ്പാക്കണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തിൽ പഠിച്ചു ഉയരുന്ന കുട്ടികൾക്ക്, പഠിതാക്കൾക്ക് അംഗീകാരം കൊടുക്കണം. നല്ല SLC പാസ്സായ കുട്ടി, നല്ല മാർക്കുള്ള കുട്ടി മഹല്ല് കമ്മിറ്റിയുടെ അംഗീകാരം കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. ആ കുട്ടിക്ക് അതുപോലെ തന്നെ മദ്രസയിൽ ഉയർന്ന മാർക്കുന്ന കുട്ടി
അവർക്ക് എന്തെങ്കിലുമൊക്കെ അംഗീകാരം കൊടുക്കുക. വിദ്യാഭ്യാസ ബോർഡ് കൊടുക്കുന്നുണ്ട്, ആ അംഗീകാരം പോലെ അംഗീകാരം കൊടുക്കണം. അതുപോലെ തന്നെ അധ്യാപക മുദരിസ് നിയമന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിൽ തന്നെ മുന്നോട്ട് പോകുന്ന മഹല്ലാക്കണം നിങ്ങൾ. അതിന്റെ കാരണം മഹല്ലത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കണമെന്നോ മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കണമെന്നോ ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷേ മഹല്ല് ഭാരവാഹികൾ ശ്രദ്ധിക്കണം, നമ്മൾ നിൽക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊപ്പമാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സത്യമാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അപ്പുറത്ത് മറ്റൊന്നും സത്യമല്ല. എന്തുകൊണ്ട്? ആദർശപരമായി ചിന്തിച്ചാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗരേഖ, ഈ മാർഗരേഖ കേരളത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സമസ്തയുടെ ആലിമീങ്ങളാണ്. മഖ്ദൂമി കാലഘട്ടം മുതൽ ഈ സമൂഹത്തിൽ പഠിച്ചു വന്ന ദീനീ പ്രവർത്തനങ്ങൾ അപ്പടി നിലനിർത്തിയവരാണ് മുസ്ലിങ്ങൾ. നമ്മുടെ പാരമ്പര്യം പൂർവികർ അംഗീകരിച്ച പാരമ്പര്യമാണ്. നമ്മുടെ പാരമ്പര്യം മഹാന്മാർ അംഗീകരിച്ച പാരമ്പര്യമാണ്. പഴയകാല ചരിത്ര പുസ്തകങ്ങൾ പോലും പരിശോധിച്ചാൽ കാണാൻ കഴിയും, മുസ്ലിമീങ്ങൾ തമ്മിലൊരു തർക്കമുണ്ടാകുമ്പോൾ വലിയൊരു മഹാന്റെ പേര് പറഞ്ഞാൽ പോലും തർക്കം തീരുമായിരുന്നു. ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടാകുമ്പോൾ, സാമ്പത്തിക ഇടപാടാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ആ ഇടപാട് ഞാൻ നിനക്ക് തരാനുള്ളത് തന്നു, മറ്റേയാൾ പറയുന്നു തന്നില്ല. എന്നാൽ ഒരു മഹാന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞാൽ, മില്ലർ സാഹിബിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി, ബൈ ദ ഫുട്ട് ഓഫ് മെമ്പർ എന്നങ്ങൾ ഈസ് എ സേക്രഡ് സീൽ ടു എ മാപ്പിള കോൺട്രാക്ട്. ഒരു മാപ്പിളയും മറ്റൊരു മാപ്പിളയും തമ്മിലുള്ള കോൺട്രാക്ടിന്റെ സേക്രഡ് സീൽ, വിശുദ്ധ മുദ്ര, ബൈ ദ ഫുട്ട് ഓഫ് മെമ്പർ എന്നങ്ങൾ. മമ്പറത്തെ തങ്ങളെ കാലാണേ, പിന്നെ മിണ്ടൂല. മമ്പറത്തെ തങ്ങളെ കാലാണേ, ഞാൻ തരാനുള്ളത് തന്നിട്ടുണ്ട്, പിന്നെ ഓന് വേണ്ട. മമ്പറത്തെ തങ്ങളെ പേരും പിടിച്ച് പറഞ്ഞാൽ ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ട്രഡീഷനാണ്, നമ്മുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ പുറകോട്ട് നയിച്ചുകൊണ്ട് മൗലിദിനെയും റാത്തീബിനെയും നമ്മുടെ ആത്മീയതയും എതിർത്തുകൊണ്ട് ഈ സമൂഹത്തെ മറ്റൊരു ധാരയിലേക്ക് കൊണ്ടുപോകാൻ 921 ശേഷം കടന്നു വന്ന ജനസമൂഹത്തിന്റെ മുമ്പിൽ സത്യം എന്തെന്ന് വിളിച്ചു പറഞ്ഞവരാണ് സമസ്തയുടെ ആലിമീങ്ങൾ. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, അവിടെയാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മഹല്ലത്ത് സമസ്തക്കൊപ്പം ഈ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. 1925 സമസ്ത രൂപീകരിച്ച് 26 മുല്ലക്കോയത്തങ്ങൾ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് അന്ന് അതിന്റെ മെമ്പറായി തുടങ്ങിയ സേവനം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവസാനിപ്പിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്ന 1993 ഈ 1993 വരെ മഹാനായ റഈസുൽ മുഹഖഖീൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റാ. നമ്മൾ അദ്ദേഹത്തെ കണ്ട് പഠിച്ചവരാ, അദ്ദേഹത്തെ കണ്ട് വളർന്നവരാണ്. ആ മഹാൻ ഈ സമൂഹത്തിൽ ജീവിച്ചത് എത്ര സൂക്ഷ്മതയോടാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ സൂക്ഷ്മാലുവായ പണ്ഡിതന്റെ ജീവിത പ്രവർത്തനമാണ് നമുക്ക് മാതൃക. നമ്മൾ കാണുമ്പോൾ സമസ്ത സ്ഥാപിച്ചവരിൽ അദ്ദേഹമേ ജീവിച്ചിരിപ്പുള്ളൂ. ആ മഹാനെ കണ്ട് പഠിച്ചു വളർന്നവരല്ലേ നമ്മള്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നിലക്കും ഒരു ഹറാം കറാഹത്ത് പോലും അദ്ദേഹം തന്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുമായിരുന്നില്ല. അതല്ലേ ആ മഹാനായ മനുഷ്യന്റെ പ്രത്യേകത. ആ മഹാനായ മനുഷ്യന്റെ കൂടെ നിന്നുകൊണ്ട് പഠിച്ചവരാ നമ്മള്, അദ്ദേഹത്തെ കണ്ടുകൊണ്ട് പഠിച്ചവരാ. അദ്ദേഹം 89 സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയിട്ടില്ല. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ മഹാനവർകൾ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തു. പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ തലപ്പത്ത് നിന്നു. ഈ രണ്ട് മഹത്തുക്കളെ കുറിച്ചും പൊതുജനങ്ങൾക്ക് പോലുമുള്ള അഭിപ്രായം നിങ്ങൾ നോക്ക്, എതിരാളികൾക്ക് പോലുമുള്ള അഭിപ്രായം നിങ്ങൾ നോക്ക്. ഞാൻ പറയട്ടെ, എതിരാളികളുടെ അഭിപ്രായം പറയുമ്പോൾ അതിന് പ്രസക്തി ഉണ്ടല്ലോ. പ്രൊഫസർ മങ്കട് അബ്ദുൽ അസീസ് മൗലവി കണ്ണിയത്ത് ഉസ്താദ് മരിച്ചപ്പോൾ പറഞ്ഞു 5 ലക്ഷം ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ പങ്കെടുത്തു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് നമസ്കാര ചടങ്ങ് ബഗ്ദാദിൽ അരങ്ങേറിയതിനെ ഇബ്നു ഖല്ലിഖാൻ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു 5 ലക്ഷം ആളുകൾ പങ്കെടുത്തു. പ്രൊഫസർ മങ്കട് അബ്ദുൽ അസീസ് മൗലവി മരിക്കുമ്പോൾ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. തൊട്ടിപ്പുറത്ത് നോക്ക്, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ പോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. കുറ്റിപ്പുറത്ത് KNM സമ്മേളനം, അവിഭക്ത സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പോയൊരു പത്രപ്രവർത്തകൻ റഹീം മേച്ചേരി, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെല്ലുമ്പോൾ സെഷൻ ആരംഭിച്ചിട്ടില്ല, കേരളത്തിലെ KNM നേതാക്കളൊക്കെയുണ്ട്, അവർ ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയിൽ KNM ഒരു പ്രമുഖ നേതാവ് പറഞ്ഞു, കേരളത്തിൽ മിഷണറി പ്രവർത്തനം അരങ്ങേറിയപ്പോൾ EK അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിയുടെ പ്രസംഗമാണ് മിഷണറി പ്രവർത്തനത്തിന്റെ കടന്നുകയറ്റത്തിന് കൂച്ചുവിലങ്ങിട്ടത്. ആർക്കും അതിൽ തർക്കമില്ല. പറയുന്നത് മുജാഹിദ് സമ്മേളനത്തിന്റെ വേദിക്ക് താഴെ വെച്ചുകൊണ്ട് അത് കേട്ടത് റഹീം മേച്ചേരി, രേഖയുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കൃത്യമായി മനസ്സിലാക്കണം, എതിരാളികൾ കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ നേർധാരയിൽ നിർത്തിയത്, വ്യതിചലനത്തിൽ നിന്നും കേരളീയ മുസ്ലിങ്ങളെ രക്ഷിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് മഹലിന്റെ ഭാരവാഹികൾ അഴകൊടമ്പൻ സമീപനം സ്വീകരിക്കരുത്.
പലരും അങ്ങനെ സ്വീകരിച്ചു, പല മഹല്ലത്തിലും അങ്ങനെ ഉണ്ടായി. കേസും കൂട്ടവുമായി നമ്മളെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് നേരത്തെ ഉറച്ചു നിന്നില്ല എന്നുള്ളതാ. ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും അവിടെ പ്രശ്നമുണ്ടാകും. ഉറച്ചു നിൽക്കുന്നവർക്ക് പ്രശ്നമുണ്ടാകില്ല. നിങ്ങൾ ആരോടും വിദ്വേഷം കാണിക്കണ്ട, ആരോടും എതിർപ്പ് കാണിക്കണ്ട. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ അടിസ്ഥാനം തറവാട് സമത്വമായിരിക്കണം. എല്ലാവരെയും ഉൾക്കൊള്ളണം. ഒരു പ്രശ്നവും മഹല്ലത്തിൽ ഉണ്ടാക്കരുത്. അതിന് പറ്റിയ ഉസ്താദിനെ നിയമിക്കണം. ഞാൻ രണ്ടുമല്ല എന്ന് പറഞ്ഞ് മഹല്ലിൽ വരുന്ന ആളെ പേടിക്കണം. അയാൾ ഏറ്റവും വലിയ നപുംസകമായിരിക്കും. അത്തരക്കാരെ പുറന്തള്ളാൻ ശ്രമിക്കണം. അതാ വേണ്ടത്. സമത്വക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഞാൻ അത്ര കൃത്യമായി പറയുന്നത് ഇല്ലാത്തയിടത്ത് പ്രശ്നമുണ്ടാകുമെന്നത് കൊണ്ടാണ്. ഒരു മഹല്ലത്തിലും പ്രശ്നമുണ്ടാകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് മുസ്ലിങ്ങൾ ഭിന്നിക്കേണ്ടവരല്ല. ഫാസിസ്റ്റുകൾ ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാ. പക്ഷെ സമസ്ത ഒരു സത്യമാണ്. ഭിന്നിപ്പുണ്ടായപ്പോഴൊക്കെ സമത്വക്കത് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ആ മഹാന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രഗൽഭനായ ഒരു പണ്ഡിതൻ ഉസ്താദ്, സ്വന്തം ഉസ്താദ്, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യത്തെ സംഘടനാ ഭിന്നിപ്പായ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് പോയി. അദ്ദേഹം അഖില കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് പോയപ്പോൾ ഈ ഉസ്താദ് വിളിച്ചുകൊണ്ട് ഹൈദ്രോസ് മുസ്ലിയാരോട് പറഞ്ഞു, നിങ്ങൾ ഇനി സമത്വയിൽ പ്രവർത്തിക്കരുത്, നിങ്ങൾ ഇനി അഖിലയിൽ പ്രവർത്തിക്കണം. മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ മാനസികമായി തളർന്നു. എന്തേ കാരണം? ഇക്കാലം അത്രയും പ്രവർത്തിച്ച സമത്വയെ ഒഴിവാക്കി എങ്ങനെയാണ് അഖിലയിലേക്ക് പോവുക? എന്നാൽ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിക്കണമെന്ന ഉസ്താദിന്റെ വാക്ക് എങ്ങനെയാണ് ധിക്കരിക്കുക? രണ്ടിന്റെയും മധ്യത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ടി. ആ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു, അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിനോട് ചോദിക്കാം. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ മഹാനെ തെരഞ്ഞു പോകാൻ ശ്രമിച്ചപ്പോൾ കേട്ടു, കോട്ടക്കൽ പാലപ്പുറ പള്ളിയിൽ ഒരു റൂമിൽ അടച്ചുകൊണ്ട് അദ്ദേഹം റിയാദയിലാണ്. ആരെയും കാണില്ല. വർഷത്തിലൊരിക്കൽ 1, 2, 3 ദിവസമൊക്കെ ചാപ്പനങ്ങാടി ഉസ്താദിന് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ കിട്ടില്ല. ഒന്നുകൂടി ശ്രമിച്ചു. ഹൈദ്രോസ് മുസ്ലിയാർക്ക് ഉറക്കം വരുന്നില്ല. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് നേരെ ഒരു രാത്രി കയറി ചെന്നു ആ പള്ളിയിലേക്ക്. കണ്ടെങ്കിൽ കണ്ടു, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞിട്ട് പോരാം, മനസ്സിന് സമാധാനം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരിക്കൽ ഒരു കൺവെൻഷനിൽ ഈ കാര്യം വിശദീകരിച്ചപ്പോൾ ഞാൻ ആ കൺവെൻഷനിൽ പ്രഭാഷകനായി സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനത് കയറി ചെന്നപ്പോൾ കാണുകയില്ല എന്ന് കരുതിയ ബാപ്പു മുസ്ലിയാർ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചോദിച്ചില്ല, സലാം പറഞ്ഞു. എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. കാരണം കാണുമില്ല എന്ന് കരുതിയ ആളിങ്ങനെ നിൽക്കുന്ന മുന്നിൽ ഇതിനേക്കാൾ അത്ഭുതമുണ്ടോ? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാരെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, പത്രേ, ഇത് സമത്വയാണ്, മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ്, ഉറച്ചു നിൽക്കണം, ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും. ആരാ പറയുന്നത്? ചോദിക്കാതെ ഉത്തരമാണ്. ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കി കണ്ടുകൊണ്ട് ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞു, ഇത് സമത്വയാണ്, അവിടെ ഉറച്ചു നിൽക്കണം. ആ സമത്തിൽ ഉറച്ചു നിന്നു. ബാക്കിയുള്ളത് പോകുമെന്ന് പറഞ്ഞു പോയി. സമത്താനെ പോയി. നിങ്ങൾ നോക്കണം, ആ ഹൈദ്രോസ് മുസ്ലിയാർ എവിടെയാ നിന്നത്? ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്കൊപ്പം. അദ്ദേഹം ശംസുൽ ഉലമക്കൊപ്പം നിന്നു, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്കൊപ്പം നിന്നു. ആ പാതയല്ലേ നമുക്ക് പിന്തുടരേണ്ടത്? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ മഹല്ല് കൊണ്ട് നടക്കുമ്പോൾ സമത്വക്കൊപ്പമല്ലേ നിൽക്കേണ്ടത്? ശംസുൽ ഉലമ മറവിട്ട് കിടക്കുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളെ മക്കാമിലാണെങ്കിൽ മുല്ലക്കോയത്തങ്ങളെ വിളച്ചു കിടത്തിയ മക്കാമിന്റെ സമീപത്ത് ശംസുൽ ഉലമ ഉള്ളപ്പോ വേറെ സമത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണോ? എന്നാൽ ഒരു പ്രശ്നവും മഹല്ലത്തിൽ ഉണ്ടാക്കണ്ട, ആരെയും വെറുക്കണ്ട, വെറുപ്പിക്കണ്ട. പക്ഷെ അടിസ്ഥാനം തറവാട് സമത്വയായിരിക്കണം. ഒരു നിലപാട് വേണം. ആ നിലപാട് മഹലിന്റെ ഭാരവാഹികൾ ശരിക്കും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. അല്ലാത്ത സ്ഥലത്ത് ഇപ്പൊ കേൾക്കുന്ന എന്താ? നമ്മുടെ മഹല്ലത്തുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പലരും വരും. എന്നിട്ട് അവർ പ്രസംഗിക്കും. അവരെന്താ പറയുന്നത്? നമ്മൾ ഉണ്ടാക്കിയ മദ്രസ, നമ്മൾ വെച്ച ബെഞ്ച് ഡെസ്ക്, നമ്മൾ ചെലവ് കൊടുക്കുന്ന മുഅല്ലിമീങ്ങൾ, നമ്മളാണ് ആ മദ്രസയിലെ മുഅല്ലിങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത്. സമത്വക്ക് എന്താ? നമ്മളെ കെട്ടിടം, നമ്മളെ ഫർണിച്ചർ. എന്നാൽ കേട്ടോളൂ, സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന ആ മഹത്തായ പ്രസ്ഥാനം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന സേവനത്തെക്കുറിച്ച് പഠിക്കുന്ന നിങ്ങൾ, കെട്ടിടമുണ്ടാക്കിയാലും ഭക്ഷണം കൊടുത്താലും ശമ്പളം കൊടുത്താലും ഒന്നും ഒരു പ്രസ്ഥാനം ഉണ്ടാവില്ല. ഈ കേരള സംസ്ഥാനത്തെ ജനസമൂഹത്തെ മതബോധത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഉഴുതുമറിച്ച് പാകപ്പെടുത്തി നോർത്ത് ഇന്ത്യൻ മുസ്ലിമിന്റെ മനസ്സിൽ നിന്ന് ഭിന്നമായി കേരളീയ മുസ്ലിമിന്റെ മനസ്സിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പടപ്പാട്ട് പാടി ഈ സമൂഹത്തെ സജ്ജമാക്കി അതിനുവേണ്ടി പണം കൊടുക്കുവാനും അതിനുവേണ്ടി ത്യാഗം ചെയ്യുവാനും ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരുപാട് കാലം ഈ സമൂഹത്തിന് ആദർശ ബോധനം നൽകി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. ഈ വിദ്യാഭ്യാസ ബോർഡ് എങ്ങനെയാണ് നിലനിന്ന് പോകുന്നത്? ഈ 1 ലക്ഷം മുഅല്ലിമീങ്ങളെ വെറുതെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നിർത്താൻ നമുക്ക് പറ്റുമോ?
അത് കോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്നതിന്റെ രഹസ്യം നോക്ക് നിങ്ങൾ. നമ്മുടെ സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് നൽകിയ സേവനത്തെക്കുറിച്ച് ഒരു മിനിറ്റ് പറയട്ടെ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് വേണ്ടി 75 ശേഷമുള്ള ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. വീട് നിർമ്മിക്കാൻ വേണ്ടി 11,844 മുഅല്ലിമീങ്ങൾക്ക് 3,03,89,565 രൂപ കൊടുത്തു. വിദ്യാഭ്യാസ ബോർഡ് കൊടുത്തു. വിദ്യാഭ്യാസ ബോർഡ് കൊടുത്ത സേവനം ഞാൻ പറയുന്നത് 3 കോടി. നിങ്ങളൊന്ന് എഴുതി കണക്ക് കൂട്ടി നോക്ക് വീട്ടിൽ പോയിട്ട്. വിവാഹത്തിന് വേണ്ടി 11,137 പാവം മുഅല്ലിമീങ്ങൾ അപേക്ഷ ചെയ്തപ്പോ അവർക്ക് 4,37,86,490 രൂപ കൊടുത്തു. 4 കോടിയും 3 കോടിയും കണക്ക് കൂട്ടിക്കോളൂ. രോഗികളായി കിടക്കുന്ന ആളുകൾ രോഗചികിത്സക്ക് അപേക്ഷ കൊടുത്തു. 2,846 അപേക്ഷയിന്മേൽ 35,46,545 രൂപ കൊടുത്തു സമത്ത. ചിന്തിക്കും നിങ്ങൾ. വിധവകൾ 365 പാവപ്പെട്ട വിധവകൾ മുഅല്ലിമീങ്ങൾ മരിച്ചപ്പോ അപേക്ഷ തന്നപ്പോൾ അവർക്ക് 18,71,650 രൂപ കൊടുത്തു. കിണറ് പാവപ്പെട്ട വെള്ളമില്ലാത്ത വിഷമിക്കുന്നവർക്ക് 237 കിണറുകൾക്ക് വേണ്ടി മാത്രം 5,42,000 കൊടുത്തു. സാനിറ്ററി സൗകര്യം ടോയ്ലറ്റ് അടക്കം നിർമ്മിക്കാൻ 105 പേർക്ക് 3,15,000 കൊടുത്തു. അപകടത്തിൽപ്പെട്ട മുഅല്ലിമീങ്ങൾ 127 പേർക്ക് 14,87,800 രൂപ കൊടുത്തു. കൂട്ടിക്കോളൂ ഇതൊക്കെ. മയ്യത്ത് പരിപാലനം പാവം മുഅല്ലിമീങ്ങൾ മരിച്ചപ്പോ 298 മുഅല്ലിമീങ്ങൾക്ക് 11,90,000 രൂപ കൊടുത്തു. അവശരായ 55 പേർക്ക് 2,48,000 സഹായം കൊടുത്തു. മാതൃകാ മുഅല്ലിം പദ്ധതി നടപ്പാക്കിക്കൊണ്ട് അവാർഡ് കൊടുത്തപ്പോ 10 ലക്ഷം രൂപ അതിന് ചെലവായി. അതുപോലെ എന്തൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പേരിൽ അവാർഡുണ്ടല്ലോ, കയ്യിലിട്ട് കൊടുക്കുന്നത്, കവറിലിട്ട് കൊടുക്കുന്നത്. ആ അവാർഡിന് വേണ്ടി മാത്രം 2,61,61,251 രൂപ കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ ബോർഡ്. അതുപോലെ തന്നെ സർവീസ് ആനുകൂല്യം 2,91,44,850 രൂപ കൊടുത്തു. പെൻഷൻ കൊടുക്കുന്നു മുഅല്ലിമീങ്ങൾക്ക് 1 കോടി കവിഞ്ഞ് 1.5 കോടിയോളമായി. പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് അതിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, സംസ്ഥാന കാര്യദർശിയാണ് ഈ ക്യാമ്പിന്റെ അമീർ പോലും. ശ്രദ്ധിക്കും നിങ്ങൾ. അവരോട് ചോദിച്ച് ഓഫീസിൽ പോയി കണക്കൊന്ന് പഠിച്ചു നോക്ക് എത്ര കോടിയായി. നിങ്ങളുടെ മദ്രസയിൽ ഉയർന്ന ക്ലാസ് വെച്ചാൽ മദ്രസക്ക് ഗ്രാന്റ് കിട്ടും. അതും മനസ്സിലാക്കണം നിങ്ങൾ. ആ രീതിയിൽ ഒരു വ്യാപകമായ സംവിധാനം. ഈ പണമൊക്കെ സമത്തെ ചെലവാക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് വല്ല പിരിവിനും വന്നോ? അപ്പോൾ നിങ്ങൾ പറയും കൈത്താങ്ങിന് വന്നില്ലേ? 90 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ? 90 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നിങ്ങളോട് കൈത്താങ്ങാൻ പറഞ്ഞത്? ആ 90 കൊല്ലം കഴിഞ്ഞ് കൈത്താങ്ങാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? വിദ്യാഭ്യാസ ബോർഡിന്റെ കോഴിക്കോട്ടെ 2ാം ശനിയിലെ യോഗത്തിലൊന്ന് വന്ന് നോക്ക്. നിരന്തരം അപേക്ഷകളാ. ക്യാൻസർ രോഗികൾ, അതുപോലെ കിഡ്നി രോഗികൾ, ഹൃദ്രോഗികൾ, മാരകമായ അപകടം പറ്റിയവർ, അവരൊക്കെ വർദ്ധിച്ചു. നമ്മുടെ സമൂഹത്തിൽ അപേക്ഷകൾ പെരുകുന്നു, ലക്ഷങ്ങൾ കൊടുക്കുന്നു. ആ സമയത്ത് സമത്തൊക്കെ പണം വേണ്ടി വന്നു. അതിനുവേണ്ടിയാ നിങ്ങളെ കയ്യിൽ നിന്ന് പണം പിരിച്ചത്, മറ്റൊന്നിനും വേണ്ടിയല്ല. അള്ളാഹു അത്തരം രോഗങ്ങളെ തൊട്ടൊക്കെ നമുക്ക് കാവൽ പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് ഈ ബൃഹത്തായ പണം ചെലവഴിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡ് ഈ മദ്രസയെ നടത്തുന്നത്. കേവലം നമ്മുടെ കെട്ടിടം കൊണ്ടല്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ മഹല്ലത്തിൽ വളരെ പ്രധാനമായി ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന നമ്മുടെ നേതാക്കൾ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുമ്പോൾ അതൊന്നും സമത്വയുടേതല്ല, മഹല്ല നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ പൊക്കിക്കൊണ്ട് സമത്തെ താഴ്ത്താൻ വരുന്നവർക്ക് ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കണം. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയത്തങ്ങളും സമത്തയുടെ ആലിമീങ്ങളും കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനത്തോട് ജനങ്ങൾക്കുള്ള ആ ആഭിമുഖ്യവും സ്നേഹവും അത് കെടുത്തി കളയാൻ ആര് ഇറങ്ങി തിരിച്ചാലും അതിനെ അതിശക്തമായി നേരിടാൻ ഈ ഉമ്മത്ത് സജ്ജമാണ് എന്ന് ആർജവത്തോടെ പറയണം. നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിന് സമത്വമുള്ള സ്നേഹം വിട്ടുപോകാൻ പാടില്ല. അതില്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ മഹല്ലിൽ ചെയ്യേണ്ട പ്രവർത്തനത്തിലേക്കാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. വളരെ പ്രധാനമായി ഒരു ഉദ്യോഗസ്ഥ സംഗമം നമുക്ക് നമ്മുടെ മഹല്ലിൽ സംഘടിപ്പിക്കാൻ പറ്റും. പല മഹല്ലത്തിലും ഞാൻ കണ്ടു. 1-2 മഹല്ലിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ വലിയ അന്തസ്സായി ചില കാര്യങ്ങൾ നടക്കുന്നു. എന്താ വിഷയം? ആ മഹല്ലത്തിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്തിക്കൊണ്ട് ഒരു അധ്യാപകൻ, അവിടെയുള്ളൊരു മുദരിസ്, അയാൾ പുതുതായി വന്ന ആളൊരു പുതിയ പദ്ധതി, അയാൾ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഭാഗ്യവാന്മാരാ, ഒരു സർക്കാർ ജോലി ഇന്ന് വളരെ പ്രധാനമാണ്, നിങ്ങൾക്കത് കിട്ടിയല്ലോ, അൽഹംദുലില്ലാ, നിങ്ങൾ എന്തേ ഈ സമൂഹത്തിന് ചെയ്തു, ദീനിന് ചെയ്തു? അവരിൽ ഒരാൾ ചോദിച്ചെന്താ, ഞങ്ങളിവിടെ പഠിച്ചിരുന്നു, പരീക്ഷ എഴുതിയിരുന്നു, ജോലി നോക്കിയിരുന്നു, ഞങ്ങൾ ആരും ഒരു നല്ല കാര്യത്തിന് ക്ഷണിച്ചിട്ടില്ലല്ലോ, മഹല്ല് ഞങ്ങളൊന്നിനും വിളിച്ചിട്ടില്ലല്ലോ, ഇപ്പം നിങ്ങൾ വിളിച്ചു, ഞങ്ങൾ വന്നു, ഒന്നിനും ഈ ഉദ്യോഗസ്ഥന്മാരെ മഹല്ല് ഉപയോഗപ്പെടുത്തിയില്ല. അദ്ദേഹം പറഞ്ഞൊരു ചെറിയ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിക്ക് ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്തു. സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും ഈ മഹല്ലിലെ ആളുകൾക്ക് വാങ്ങിക്കൊടുക്കണം. വിധവാ പെൻഷൻ മുതൽ വികലാംഗ പെൻഷൻ മുതൽ കുട്ടികളില്ലാത്തവർക്ക്, അതുപോലെ തന്നെ കർഷകർക്ക് എല്ലാ സംഗതികളും അവർ പഠിച്ച് ഒരു സോഫ്റ്റ്വെയർ വെച്ച് ആ മഹല്ല് ഓഫീസിൽ വന്നാൽ ഡൗൺലോഡ് ചെയ്ത് കൊടുത്ത് പൂരിപ്പിച്ച് സഹായിക്കുന്ന ഒരു ചെറിയ സമിതി. എത്ര മനോഹരം! ഭൗതിക കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് സഹായിക്കണം. അതുപോലെ വർഷത്തിലൊരിക്കൽ മഹല്ല് സംഗമം, ആ മഹല്ല് സംഗമത്തിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, മഹല്ല് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ബോധവൽക്കരിക്കുക. വായ്പാ പദ്ധതി നേരത്തെ പറഞ്ഞല്ലോ,
പലിശരഹിത വായ്പാ പദ്ധതി, സക്കാത്ത് ബോധനം, അതുപോലെ തന്നെ രോഗസന്ദർശനം. ക്രൈസ്തവ സമൂഹം ചെയ്യുന്നൊരു വലിയ പ്രവർത്തനം അതാ. രോഗിയായി കിടക്കുന്ന ആളെ ഒന്ന് സന്ദർശിക്കുക. എന്തുകൊണ്ട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു രോഗസന്ദർശനം നടത്തിക്കൂടാ? അതുപോലെ തന്നെ പ്രീ മെരിറ്റൽ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ ആശയബോധനം, വിവാഹ ധൂർത്തിനെതിരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളോട് നമ്മൾ സംവദിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നയം മഹാന്മാരായ പ്രബോധകന്മാർ ഈ സമൂഹത്തിൽ സ്വീകരിച്ച നയമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാണെന്ന് ഞാൻ ചുരുക്കി പറയുകയാണ്. നമ്മൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച മാർഗരേഖയാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു, പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം, അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പ്രബോധകനായി ഷാമിലേക്ക് പോയി. ഡമസ്കസിന്റെ മണ്ണിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ജനങ്ങളൊക്കെ ഭൗതികതയിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. ഫലമ്മാ ബലഅഹാ വജദന്നാസ ഖദ് ഉലിഉ ബിത്തറഫ്, ജനങ്ങളൊക്കെ മുഴുകിയിരിക്കുന്നത് വെറും ഭൗതികമായ അന്തസ്സിലാണ്. വൻ അമസൂഫിൻ നഈം, അവർ ഭൗതിക സുഖത്തിൽ ആണ്ടുപൂണ്ടിരിക്കുകയാണ്. വദഅന്നാസ ഇലൽ മസ്ജിദ്, ജനങ്ങളെ മുഴുവൻ പള്ളിയിലേക്ക് ക്ഷണിച്ചു. ഫജ്തമഉ അലൈഹി, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. ഫവഖഫ ഫീഹിം, ഒരു പ്രഭാഷകനായി അവിടെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, യാ അഹ്ല ദിമഷ്ക, ഓ ഡമസ്കസിലെ ജനങ്ങളെ, അദ്ദേഹം പറയുന്നു, അൻതുമുൽ ഇഖ്വാനു ഫിദ്ദീൻ വൽ ജീറാനു ഫിദ്ദാർ വൽ അൻസാറു അലൽ അഅദാ. അവരെ വിളിച്ച ആ വിളി നോക്കൂ, അവരെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വിളി. പണ്ഡിതന്മാർക്ക് മനസ്സിലാകുമല്ലോ, സമയക്കുറവുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അഹ്ല ദിമഷ്ക, ഓ ഡമസ്കസിലെ ജനങ്ങളെ, മല്ലദീ, എന്താണ്, തംനഉകും മിൻ മവദ്ദതി വൽ ഇസ്തിജാബതി ലിന്നസീഹതി, ഞാൻ പറയുന്നത് കേൾക്കുന്നതിൽ നിന്നും എൻ്റെ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിൽ നിന്നും സ്നേഹിക്കുന്നതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം തീർത്തു പറഞ്ഞു, വഅന ലാ അബ്തഗി മിൻകും ഷൈആ, നിങ്ങളിൽ നിന്നൊന്നും ഞാൻ ഭൗതികമായി പ്രതീക്ഷിക്കുന്നില്ല. ഫനസീഹതി ലക്കും വമുനതി അലാ ഗൈരിക്കും, എന്റെ നസീഹത്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ ചെലവ് വേറെയാണ്. നിങ്ങൾ ഒരിക്കലും ഞാൻ നിങ്ങളെ ആശ്രയിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മതാധ്യാപകർ, മുദരിസുമാർ, അട്ടിപ്പാത്രത്തിന്റെ ഗൗരവത്തുമേലേക്ക് ചിന്തിക്കണ്ട. വമൂനതി അലാ ഗൈരിക്കും, അദ്ദേഹം പറഞ്ഞു, എന്റെ ചെലവ് വേറെ നടന്നോളും, നിങ്ങൾ എന്നെ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആശ്രയിക്കാതെ അദ്ദേഹം അവരോട് പറഞ്ഞു, മാലി അറ, എന്താണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്? ഉലമാഅകും യദ്ഹബൂൻ, പണ്ഡിതന്മാരൊക്കെ മരിച്ചുപോയി. വജുഹാലകും ലാ യതഅല്ലമൂൻ, ഒരിക്കലും നിങ്ങളിലുള്ള ജാഹിലിങ്ങൾ പഠിക്കുന്നില്ല. വഅറാകും ഖദ് അഖബൽതും അലാ മാ തകഫറ ലക്കും ബിഹില്ല, അള്ളാഹു ഏറ്റെടുത്ത കാര്യത്തിൽ നിങ്ങൾ വലിയ ശ്രദ്ധയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭക്ഷണം അള്ളാഹ് ഏറ്റെടുത്തതാ, അതിന്മേൽ നിങ്ങൾക്ക് വലിയ ശ്രദ്ധയാണ്. അതേസമയത്ത് വതറക്തും മാ ഉമിർതും ബിഹി, കൽപ്പിക്കപ്പെട്ടതൊക്കെ നിങ്ങൾ വെറുതെ കളഞ്ഞു. മാലി അറാക്കും, എന്താണ് നിങ്ങളുടെ അവസ്ഥ ഞാൻ കാണുന്നത്? തജ്മഊന മാ ലാ തഅകുലൂൻ, തിന്ന് തീർക്കാത്തതാണല്ലോ നിങ്ങൾ ഈ കുന്നുകൂട്ടുന്നത്. വതബ്നൂന മാ ലാ തസ്കുനൂൻ, നിങ്ങൾ താമസിച്ച് തീരാത്ത വീടല്ലേ നിങ്ങൾ കെട്ടിപ്പോക്കുന്നത്. വതുഅമ്മിലൂന മാ ലാ തബ്ലുഊൻ, നിങ്ങൾ എത്തിപ്പിടിക്കാത്തതല്ലേ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. ലഖദ് ജമഅത്തിൽ അഖ്വാമുൽ ലത്തി ഖബ്ലകും വഅമ്മലത്, നിങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹം വളരെ വ്യക്തമായി കൊതിച്ചു, അവർ ഒരുക്കുകൂട്ടി. ഫമാ ഹുവ ഇല്ലാ ഖലീൽ, അത് വളരെ കുറവായിരുന്നു, എത്ര സമ്പാദിച്ചാലും അതുണ്ടാവില്ല. ഹത്താ അസ്ബഹ ജംഉഹും ബൂറാ വഅമലുഹും ഉറൂറാ വബുയൂതുഹും ഖുബൂറാ. ആ സമൂഹത്തിന് സംഭവിച്ച ആദ് സമൂദ് ഗോത്രത്തിന്റെ കഥ ശരിക്കങ്ങ് വിശദീകരിച്ചുകൊണ്ട് ആ ജനസമൂഹത്തെ ബോധവൽക്കരിച്ചപ്പോ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്, ഫജഅലന്നാസു യബ്കൂൻ, ആ ശിലാഹൃദരായ മനുഷ്യർ പോലും കരഞ്ഞുപോയി. ആ മനുഷ്യൻ കരഞ്ഞിട്ട് ഹത്താ സുമിഅ നശീജുഹും ഫീ ഖാരിജിൽ മസ്ജിദ്, പള്ളിയുടെ പുറത്തേക്ക് അവരെ ശബ്ദം കേൾക്കാമായിരുന്നു, കരച്ചിലിന്റെ ശബ്ദം. ആ തരത്തിൽ ജനങ്ങളോട് ഇടപെടുന്ന ഒരു പണ്ഡിതൻ, ആ തരത്തിൽ ഭൗതിക മോഹമില്ലാത്തൊരു പണ്ഡിതൻ ആ ജനസമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് മനസ്സ് തട്ടുന്ന പ്രഭാഷണം ചെയ്താൽ, മനസ്സ് തട്ടുന്ന പ്രവർത്തനം ചെയ്താൽ മഹലിന് മാറ്റമുണ്ടാകും. മരിച്ചു പോകുമെന്ന ബോധമുള്ളവർ തന്നെയാണ് ജനങ്ങൾ. അതിന് മരണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, ജീവിതത്തെക്കുറിച്ചും പറയണം. അത് പറഞ്ഞ് ഫലിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം സമത്വ കേരള ജംഇയ്യത്തിലൂടെ പ്രവർത്തനത്തിലും നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി സംവിധാനം ഒരുക്കണം. സമയം അധികം നീണ്ടുപോയി, എടുത്തു വരാൻ സമയമായിരിക്കുന്നു എനിക്കറിയാം. ഇനി ഞാൻ നിർത്തലാണ് നല്ലത്. ഒരുപാട് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. ഇത് ഒടുക്കത്തെ ക്യാമ്പല്ല, ഇനി നമ്മൾ ക്യാമ്പ് തുടരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റക്കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. സുന്നി യുവജന സംഘം നിങ്ങൾക്കറിയാം, നമ്മുടെ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ആ മഹാൻ നമുക്ക് കെട്ടിപ്പടുത്തുന്ന പുനഃസംഘടിപ്പിച്ചു തന്ന വലിയ സംഘടന, ഈ സമൂഹത്തിൽ നേതൃത്വം കൊടുത്ത മഹാൻ, അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ. ഉമർ അലി ശിഹാബ് തങ്ങൾ നമ്മളെ വഴി നടത്തിയ, CH ഹൈദ്രോസ് മുസ്ലിയാർ വഴി നടത്തിയ, ഇന്ന് നേരത്തെ ഇവിടെ വന്നുപോയ ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുൽ തങ്ങൾ നയിക്കുന്ന ആ സംഘടന നാളെ വെള്ളിയാഴ്ച പള്ളിയിൽ സംഘടനയ്ക്ക് ഒരു കളക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്നു, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരിച്ചു പോയി നിങ്ങളുടെ മഹലിൽ ആ കളക്ഷൻ എടുക്കണം. എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എടുക്കാവുന്ന തരത്തിലേക്ക് ഭാവിയിലെങ്കിലും നിങ്ങളെ മഹലിനെ നിങ്ങൾ പരിവർത്തിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പന്തലിൽ AC ഇട്ടിരുന്നതിൽ അർത്ഥവുമില്ല.
അതുകൊണ്ട് സുന്നി യുവജന സംഘത്തിന്റെ ആ കലശം നിങ്ങൾ ഭംഗിയാക്കിയാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സുന്നി യുവജന സംഘം നമ്മുടെ സമൂഹത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാളത്തെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് SYSന്റെ പ്രവർത്തന ഫണ്ട് 28-ാം തീയതി വെള്ളിയാഴ്ച പള്ളിയിൽ വിജയിപ്പിക്കൽ. അതിനുവേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാരണം CH ഹൈദ്രോസ് മുസ്ലിയാരെ കൊണ്ടുവന്ന SYS ആയത് ആരായിരുന്നു ആ മഹാൻ നിങ്ങൾക്കറിയുമോ? എപ്പോഴും നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കണം. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ഒരു റഫാഹിയത്ത് ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ഓർക്കുന്നു, നിങ്ങൾ കേട്ടിരിക്കുമെങ്കിലും പറയട്ടെ, കുറ്റിപ്പുറത്തൊരു പള്ളിയിൽ അദ്ദേഹം ഇശാന്റെ ശേഷം വന്ന സംഭവം. ഒരു പള്ളിയിൽ അവിടെ ഒരു ഇമാമുണ്ട്, അൽ ലീവ ഉസ്താദ് ഒരു പരിപാടി കഴിഞ്ഞ് കുറ്റിപ്പുറത്ത് പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നപ്പോൾ അവിടെ ചാർജിലുള്ള ഒരു പാവം ചെറിയ ഒരു മുത്തഅല്ലിമാനോടെ ഇമാമത്ത് നിൽക്കുന്നത്. ആ മുത്തഅല്ലിമ് നിസ്കാരം കഴിഞ്ഞ് പോകാൻ സമയത്ത് ഉസ്താദ് കയറി വന്നു. ഉസ്താദ് പള്ളി കയറി ഇശാ നിസ്കരിച്ചു. ഉസ്താദ് കിടക്കാനുള്ള പുറപ്പാടാണ്. ഈ കുട്ടി പള്ളി പൂട്ടുകയും വേണം. ഒറ്റ റൂമുള്ള ചെറിയ പള്ളി, ഇപ്പോഴും ഉണ്ട് ആ പള്ളി, റെയിൽവേ ക്രോസിൻ്റെ അടുത്ത്. ഈ കുട്ടി പള്ളി പൂട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇത് ഉസ്താദാണെന്ന് ആ കുട്ടിക്ക് അറിയില്ല. ഒരു വലിയ മുസാഫിർ, താടിയൊക്കെ ഉള്ള കാര്യമായ മുസാഫിറ, സാധാരണ മുസാഫിറല്ല. ഇദ്ദേഹം ഇവിടെ കിടക്കാൻ പ്രോഗ്രാമാണെന്ന് കണ്ടപ്പോൾ കുട്ടി പറഞ്ഞു, കിടക്കാൻ ഇവിടെ പറ്റൂല, പള്ളിനോട് കിടക്കാൻ പറ്റില്ല, കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേണ്ട മോനെ, ഞാൻ പുറത്ത് കിടന്നൊരു പായ എടുത്തു. ആ പായ എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ കുട്ടി പറഞ്ഞു, പായ പുറത്തേക്ക് എടുക്കാൻ പാടില്ല. കമ്മിറ്റിക്കാരങ്ങനെ, എന്നാൽ വേണ്ട മോനെ, പായയുടെ വെച്ച് കുട്ടി പള്ളി പൂട്ടിക്കോ. കുട്ടി പള്ളി പൂട്ടിപ്പോയി. ഉസ്താദ് ആ പള്ളിക്ക് പിന്നെ വരാന്തിയൊന്നുമില്ല, ഹൗദൻകര മാത്രമേ ഉള്ളൂ. നനഞ്ഞ ഹൗദൻകരയിൽ തൻ്റെ ഓയിൽ മുണ്ട് വിരിച്ച് തൻ്റെ ബാഗിൽ നിന്ന് ആ ദിക്റിൻ്റെ കിതാബ് എടുത്ത് വെച്ച് തലക്ക് വെച്ച് കിടന്നുറങ്ങി. നോക്കണം നിങ്ങൾ, അങ്ങനെ കിടന്നുറങ്ങി. സുബഹിക്ക് ഈ കുട്ടി പള്ളി തുറക്കാൻ വരുമ്പോൾ ഉസ്താദ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. നനഞ്ഞ ഏതാണ്ട് ഉണങ്ങിയ ആ ഹൗദിൻ്റെ കരയിൽ കുട്ടി ഡോറ് തുറന്നു. ഉസ്താദ് അകത്ത് കയറി സുന്നത്ത് നിസ്കരിച്ചു. ആളുകൾ സുബഹി നിസ്കരിക്കാൻ വന്നു. പലരും ഉസ്താദിൻ്റെ കൈ പിടിച്ചു, മുത്തി ഉസ്താദിനെ അണച്ചുകൂട്ടി പിടിച്ചു. കുട്ടി അത്ഭുതപ്പെട്ടു. ഇതാരാ, സാധാരണ മുസാഫറല്ലല്ലോ. ചോദിച്ചു, അത് സമത്തിന്റെ വലിയ ആലിം CH ഹൈദ്രോസ് മുസ്ലിയാരാണ്. ആ വാചകം കേട്ട ഉടനെ ഈ കുട്ടി ഭയന്നു പോയി. കുട്ടി ഉസ്താദിന്റെ മുമ്പിൽ ചെന്ന് മാപ്പ് പറഞ്ഞു. ഉസ്താദെ അറിയാത്തതുകൊണ്ടാ, ഉസ്താദൊന്ന് പറയാമായിരുന്നല്ലോ. ഉസ്താദ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ കുറ്റിപ്പുറത്തെ AC റൂമിൽ ഏതെങ്കിലും വീട്ടുകാർ കൊണ്ടുപോയി താമസിപ്പിക്കില്ലേ? അതായിരുന്നു ഹൈദ്രോസ് മുസ്ലിയാർ. അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹത്തിന് അത് മതി. കാസർകോട്ടേക്ക് ഒരു യോഗത്തിന് പോകാനായിരുന്നു അദ്ദേഹം അന്ന് അവിടെ കിടന്നത് എന്ന് പിന്നീട് ഈ സംഭവം അനുസ്മരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കാം അദ്ദേഹത്തിന്റെ അനുസ്മരണ കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി അദീമുൽ മസീലി ഫിൽ ഉമ്മത്തി. അദീമുൽ മസീലാണ്. യാതൊരു തരത്തിലും ഭൗതിക അന്തസ്സാകരിക്കാത്ത മനുഷ്യന്മാർ, അവരാ നമ്മളെ നയിച്ചത്. ഭൗതികതയല്ല സമത്വയുടെ മുഖമുദ്ര, ആത്മീയതയാണ്. ആ ആത്മീയതയിൽ വളരെ ലയിച്ചിരുന്ന ഉലമാക്കൾക്ക് നമ്മൾ ഖിദ്മത്ത് ചെയ്താൽ ഉറപ്പുണ്ട്, ആ സമത്വക്ക് ഖിദ്മത്ത് ചെയ്താൽ കൂനൂ മഅ സ്വാദിഖീൻ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റും. നമ്മൾ ഈ ഖിദ്മത്ത് ചെയ്യുന്നത് ഒരു മോഹവും ഉണ്ടായിട്ടല്ല, നമ്മൾ സമത്വക്ക് ഖിദ്മത്ത് ചെയ്യുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ് ഇറങ്ങിയതെങ്കിൽ ഇതിനേക്കാൾ നേട്ടം കിട്ടും ഉറപ്പാ. പക്ഷേ നമ്മൾ ഇതിൽ നിൽക്കുന്നത് മരിച്ചു ചെന്നിട്ട് ഈ ഉലമാഇന്റെ കൂടെ നിൽക്കാൻ കഴിയുമെന്ന മോഹം കൊണ്ടാ. അതുകൊണ്ട് കഴിയുന്നത്ര സേവനം സമത്വക്ക് ചെയ്യാൻ അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ മഹലിനെ സമത്വക്ക് പിന്നിൽ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങളൊക്കെ പ്രതിജ്ഞ എടുത്തുകൊണ്ടാവണം ഇവിടുന്ന് പോകേണ്ടത്. എന്നിട്ട് നല്ല പ്രവർത്തനം മഹലിൽ നടത്താൻ നിങ്ങൾ പ്രവർത്തിക്കണം. ഒരു നേതൃത്വം ഉണ്ടെങ്കിലേ പ്രവർത്തനം നന്നാവൂ. നമ്മൾ സ്വന്തമായി കുറേ ചെയ്തിട്ട് ഫലമില്ല. അതുകൊണ്ട് സമത്വയുടെ ഹാദിമീങ്ങളായി ജീവിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും മരിച്ചിട്ട് അവരെ കൂടെ ഒരുമിച്ച് കൂടാനും, നമ്മൾ മോശക്കാരാണെങ്കിലും അവർ നല്ലവരായതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ മോശക്കാരാണെങ്കിലും അവരെ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.